CPM-ന് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ CPM-ന് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു BJP RSS ബാന്ധവുമായി ബന്ധപ്പെട്ട് ഒരു സാധാരണ കാരനുണ്ടാകുന്ന ചില സംശയങ്ങൾ, കാര്യം പാർട്ടി ചരിത്രവുമായി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ ഇവിടെയുണ്ട്. അതായത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുന്ദരയ്യ, അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് അദ്ദേഹം അന്ന് ഈ പറയുന്ന രീതിയിൽ CPM എന്ന് പറയുന്ന പാർട്ടി RSS-ഉമായി ഒരു ബാന്ധവം ഉണ്ടാക്കി എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം മനംനൊന്ത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുന്ദരയ്യ സ്വയം രാജിവെച്ച് പോയൊരു കഥയുണ്ട്. ആശയപരമായി അദ്ദേഹത്തോടൊപ്പം യോജിച്ചു നിന്ന ആളാണ് ബസവ പുന്നയ്യ. അപ്പോ അത്തരത്തിൽ പാർട്ടിയുടെ വഴിവിട്ട പോക്കിൽ മനംനൊന്ത് ഒരു സഖാവ് പോയതിന്റെ ഓർമ്മപ്പെടുത്തൽ ഈ അവസരത്തിൽ വീണ്ടും ഉണ്ടാവുകയില്ലേ? തലസ്ഥാനത്ത് കോർപ്പറേഷൻ BJP പിടിച്ചതിനെ കുറിച്ചും അത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഈ ബാന്ധവത്തെ കുറിച്ച് നമ്മളിങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പറയുന്നതല്ലാതെ ചില സംഭവങ്ങൾ നടക്കുന്നില്ലേ? എന്താണ് സുന്ദരയുടെ ആ പോക്കും അന്നത്തെ തീരുമാനവും ഇന്നത്തെ CPM-ന്റെ അവസ്ഥയും തമ്മിൽ ഒരു ചേർച്ചയില്ലേ? വളരെ കാലികമായി നല്ല വളരെ രാഷ്ട്രീയമായി വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് അയ്യപ്പദാസ് ചോദിച്ചത്. സുന്ദരയ്യയുടെ രാജിവെക്കുന്നതിന് ആധാരമായിരിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ സങ്കീർണമായി മുളച്ചു നിൽക്കുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ശരിക്കും തിരുവനന്തപുരമാണ്. നേരത്തെ അത് തൃശ്ശൂരായിരുന്നു, ഇപ്പോൾ അത് തിരുവനന്തപുരമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ വരുന്നൊരു മാറ്റം ഉണ്ടാകാനുണ്ടായിരിക്കുന്ന കാരണം എന്ത് എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അതിൽ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് പറഞ്ഞാൽ, ഈ നിലവിലുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന ആൾ മിസ്റ്റർ വിജയൻ, അയാളെ അതായത് 25 വർഷങ്ങൾക്ക് മുൻപ് അയാൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് വന്നതോടുകൂടി അയാൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു വലിയ ഒരു ബിംബ കൽപ്പനയുണ്ട്. ആ ബിംബകൽപ്പന എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ അമാനുഷനാണ് എന്ന് പറയുന്ന സങ്കല്പമാണ്. ഈ അമാനുഷനാണ് എന്ന സങ്കല്പത്തിന്റെ ഭാഗമായി ആളുകൾ പാർട്ടി ഘടകങ്ങൾ, പാർട്ടിക്കകത്തുള്ള ആളുകൾ മുഴുവൻ തന്നെ ഇയാളുടെ കീഴെ അടിയേറുന്ന ഒരവസ്ഥ, വളരെ വിചിത്രമായ ഒരവസ്ഥ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വളരെ വിചിത്രമായ ഒരു ഒരു പരിണാമമാണ് വാസ്തവത്തിൽ പാർട്ടിക്ക് സംഭവിച്ചത്. ഇതിന്റെ ഫലമായി പാർട്ടി എന്തായാലും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു കാരണഭൂതൻ കപ്പിത്താൻ പിന്നെ അങ്ങനെയെല്ലാം വരുത്താവുന്ന അസംബന്ധങ്ങളെല്ലാം ഇതിന്റെ തുടർച്ചയായിരുന്നു. ഈ അസംബന്ധങ്ങളുടെ തുടർച്ചയായപ്പോൾ മുന്നറിയിപ്പുകൾ വിവിധങ്ങളായ മേഖലകളിൽ നിന്ന് പലരും പലയാവർത്തി വിളിച്ചു പറഞ്ഞിട്ട് പോലും ഇയാൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഈ സ്യൂഡോ സംഭവത്തിന്റെ മേലെയും അതിന്റെ മേലെ വരാവുന്ന ധനസമാഹരണങ്ങൾ, അതിന്റെ മേലെ വരാവുന്ന ലൈംഗിക രാജത്വങ്ങൾ, അതിന്റെ മുകളിൽ വരാവുന്ന തികച്ചും വഴിവിട്ടിരിക്കുന്ന നിയമനങ്ങൾ, ഇടപാടുകൾ, അതായത് സാമൂഹ്യ വിരുദ്ധമായിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഈ പാർട്ടിക്കകത്തുള്ള മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തകരെയല്ല, അതിന്റെ 1ാം നിരയിലും 2ാം നിരയിലും 3ാം നിരയിലുള്ള നേതാക്കന്മാർക്ക് കൂടി സ്വീകാര്യമാകുന്ന അവസ്ഥയിലേക്കാണ് ഇയാൾ ഇതിനെ പുനഃസംഘാടനം ചെയ്തത്. അപ്പൊ ആ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഏറ്റവും ഭീകരമായ ഒരു തിരിച്ചടി വന്നത് ഇപ്പൊ എപ്പോഴാണെന്നോ ഈ കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ്, ലോക്കൽ ബോഡി അഡ്മിനിസ്ട്രേഷൻ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് മുന്നറിയിപ്പുകൾ വസ്തുതാപരമായിരുന്നു എന്ന് വ്യക്തമാകുന്നത്. ഈ മുന്നറിയിപ്പ് വസ്തുതാപരമായിരുന്നു എന്ന് പലതവണയായി പല രീതിയിൽ ഇത് പറയുന്നതിന് ഏറ്റവും കുറച്ചു മുൻപായി ഏറ്റവും വ്യക്തമായി പറഞ്ഞത് ഇവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെടുന്ന ഘടകകക്ഷിയായിരിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPI ആണ്. അത് പരസ്യമായി അവർ അത് വെളിപ്പെടുത്തുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ PMC അതിന്റെ ഒപ്പിടലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്താണ്. ഇതോടുകൂടി ഇദ്ദേഹത്തിന് വളരെ കൃത്യമായി സംഘപരിവാറുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്നും ഈ ആഴത്തിലുള്ള ബന്ധം കാരണമാണ് ഇയാൾ നടത്തുന്ന സർവമാന പേക്കൂത്തുകളും സർവമാന അഴിമതികളും സർവമാന വഴിവിട്ട രീതികളും ഇതിൽ മുഴുവൻ തന്നെ ഇയാൾക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നത് സെന്ററിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വലിയ പ്രതിരോധത്തിന്റെ ഭാഗമായാണ് എന്ന ഒരു തിരിച്ചറിവ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കൃത്യമായി ക്രിസ്റ്റൽ ക്ലിയർ ആയത് വന്നു. അത് തെളിയിക്കപ്പെട്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് ഇത് നടക്കുമ്പോൾ ഞാനിത് കുറച്ചുകൂടി കടത്തിയാൻ പറയാണ്. ഇത് നടക്കുമ്പോൾ എന്താ പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവരുടെ CPM-ന്റെ വാട്ടർ റൂ ആയിരിക്കും, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ വാട്ടർ റൂ ആയിരിക്കുമെന്ന് ഒരു സംശയവും പാർട്ടിക്കകത്തുകാർക്ക് ഒരാൾക്കുമില്ല, മുഴുവൻ ആൾക്കും അത് ബോധ്യപ്പെട്ട കാര്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇയാൾ നേരിടാനിരിക്കുന്ന ഒട്ടനവധി എന്താ പറയാ പ്രതിഷേധങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഈ പ്രതിസന്ധികളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ആസ്ഥാനം അയാൾക്ക് ആവശ്യമുണ്ട്. അയാൾക്ക് സ്വന്തം നാട്ടിൽ നിൽക്കാനേ കഴിയില്ല, 100% ഉറപ്പാണ്. ഒരു ആസ്ഥാനമാണ്. ഈ ആസ്ഥാനമാണ് ഇവിടെ, ഈ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ്. അതിനാണ് വാസ്തവത്തിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജനാൻ എന്ന് പറയുന്നത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ BJP തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് ഇവരങ്ങ് മാറുകയാണ്. ഇത് ആര് ഉണ്ടാക്കി കൊടുത്തു എന്നതാണ് രാഷ്ട്രീയമായ ചോദ്യം. ഈ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് അതിനകത്ത് സുപ്രധാനമായിരിക്കുന്നത് മറ്റൊരു വിഷയം വരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ജനസംഘവുമായി ഉണ്ടാക്കുന്ന ധാരണകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി അതിൽ ഏറ്റവും വലിയ തോതിൽ കലാപ സൃഷ്ടിച്ചിട്ടുള്ള ആളായിരുന്നു പാർട്ടിയുടെ അന്നത്തെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ സഖാ സുന്ദരയ്യ. ഈ സുന്ദരയ്യയും സഖാ ബസവ പുന്നയ്യയുമാണ് CPM എന്ന് പറയുന്നത് പാർട്ടിയുടെ ശങ്കര നമ്പൂതിരിപ്പാടൊന്നുമല്ല. അയാൾക്ക് അതിനകത്തൊന്നും ഒരു റോളും ഇല്ല. അയാൾ പിന്നീട് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയെ കുളത്തിറക്കാൻ വന്ന സംഭവത്തിന്റെ തുടർച്ചയാണ് ഈ പാർട്ടി ഈ രീതിയിലേക്ക് ഒരു ഹൈന്ദവ കേന്ദ്രീകൃത പാർട്ടിയായിട്ട് ഈ സാധനം മാറുന്നത് പോലും യഥാർത്ഥത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ഹൈന്ദവ പക്ഷപാതിത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്ന് പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന കുട്ടികൾ, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിരീക്ഷിച്ചാൽ അത് വളരെ വ്യക്തമായത് മനസ്സിലാവുകയും ചെയ്ത കാര്യമാണ്. ഇത് വന്നതോടുകൂടി എന്തായിത്തീർന്നു എന്ന് പറഞ്ഞാൽ ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ ഒരു ഭൂമിക ഓപ്പൺ ചെയ്യാൻ സത്യത്തിൽ ആര് കൊണ്ടുവരികയാണ്?
ഈ പറയുന്ന വിജയൻ എന്ന് പറയുന്ന അയാൾ പാർട്ടി കോൺഗ്രസ് വഴി പോലും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെയാണ് ഒരു ചോദ്യം വരുന്നത്. എന്തുകൊണ്ടാണ് പിന്നെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും മധുര പാർട്ടി കോൺഗ്രസിലും സെൻട്രൽ ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം എന്താണ് എന്ന ചോദ്യത്തിന് ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. എന്താ പറയാതിരിക്കുന്നത്? ഈ പറയാതിരിക്കുന്നതിന്റെ പിറകുള്ള വിഷയം അത് ഫാസിസ്റ്റ് ആണോ ഫാസിസ്റ്റിക് ആണോ എന്ന ചോദ്യത്തിന് കൊണ്ട് കട്ടണ്ടറിയായി മറുപടി പറയാതിരിക്കുമ്പോൾ അതിൽ കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPI. ആ പറഞ്ഞത് കൊണ്ടാണ് അവർ ഇപ്പൊ അടുത്ത ദിവസമായിട്ട് ഇന്നലെ അവർ പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഇയാളെ മുന്നിൽ നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക അസാധ്യമാണ്. തെരഞ്ഞെടുപ്പ് നേരിടുക അസാധ്യമാണെന്ന് അവർ അത് പറഞ്ഞു. പക്ഷേ ഈ വിഷയം ഇവിടെ വെക്കില്ല അവർ. ശരിക്കും ഇത് പരസ്യമായി CPI അത് മുന്നണി യോഗത്തിനകത്ത് പറയുമോ എന്ന കാര്യം കണ്ടുകൊണ്ട് അറിയേണ്ടി വരും. അല്ലാത്ത പക്ഷം അതിന്റെ ഒരു റിസൾട്ട് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നതിന്റെ ഭാഗമായി കേരളത്തിലെമ്പാടുമുള്ള വീട് വീടാന്തരം കയറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും പാർട്ടിയും പിന്നെ മുഴുവൻ വീടുകളും കയറുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇതിന് ഒരു റിസൾട്ടും വാസ്തവത്തിൽ അവർക്ക് കൊയ്യാനാവില്ല എന്നതാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർമ്മിക മൂല്യങ്ങളുടെയും മാന്യതയുടെയും മര്യാദയുടെയും അതിർവരമ്പുകൾക്കകത്ത് എന്നും അത് വളരെ കൃത്യതയോടെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന സമയത്ത് ആത്ബലം ഉണ്ടോ എന്ന് രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷെ അവർ പറയുന്ന രാഷ്ട്രീയത്തിനും അവർ പറയുന്ന ഇത്തരം നിലപാടുകൾക്കും എന്തുണ്ട് പൊതുജനത്തിന്റെ വലിയ സ്വീകാര്യതയുണ്ട്. ഇവിടെയാണ് ഈ ഡിവൈഎഫ്ഐയിലാതാലും വന്നിട്ട് നമുക്ക് ഏതാണ്ട് പറയാം എന്താ പറയാ ഈ വലിയ കപ്പൽ നിലമ്പുക്കുന്ന പായ് പോലത്തുള്ള വലിയ കൊടിയെടുത്ത് ആ കൊടിയെടുത്തിൽ ചേകുവരയുടെ അടയാളമുള്ള കൊടിയെടുത്തിട്ട് പോകുന്നേരം ഈ കുട്ടികൾ അറിയേണ്ടത് അല്ലെ യുവ നേതൃത്വം അറിയേണ്ടത് അവിടെ വെക്കേണ്ടത് ആരുടെ കൊടിയാണെന്ന് പറയാം. അതിനകത്ത് എംബ്ലമായി വെക്കേണ്ടത് സഖാ സുന്ദരിയുടെ ചിഹ്നം വെക്കണം. കാരണം സുന്ദരിയാണ്. ചേട്ടാ ഞാൻ ഇടയ്ക്ക് ഇടപെടുകയാണ്. അപ്പൊ അതിലേക്ക് ചേട്ടൻ സുന്ദരയിലേക്ക് തന്നെ വീണ്ടും പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. അതായത് സുന്ദരയെയും ഒപ്പം ബസവപുന്നയെയും ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുക. ഇത് പാർട്ടി ചരിത്രം അറിയാവുന്ന ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിക്ക് അറിയാം. പക്ഷേ അപ്പൊ ശരി അപ്പോൾ അത് ഈ പാർട്ടി ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഈ ബാന്ധവം ചേട്ടനെ പോലെയൊക്കെയുള്ള പാർട്ടിയെ അറിയാവുന്ന എന്നാൽ പാർട്ടിക്ക് ഇപ്പോൾ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന താങ്കളെ പോലുള്ളവർ സംസാരിക്കുമ്പോൾ അതിലൊരു കാര്യമുണ്ട്, ഈ ബാന്ധവം ഉണ്ട് എന്ന് ഇവർ ഇന്നും അറിഞ്ഞിട്ടില്ലേ? ഒരു സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ചർച്ചയായിട്ടില്ലേ? അഥവാ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഇവർ ചർച്ച ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് വൃഥാവിലല്ലേ? അല്ല, ഇവിടെയാണ് വിഷയം. അവിടെയാണ് ഈ പാർട്ടിക്ക് ഇത് അറിയാത്ത ഒരാളല്ല. ഗോവിന്ദൻ ഈ കാര്യം അറിയുന്ന ഒരാളാണ്. ഗോവിന്ദൻ ഈ കാര്യം കൃത്യമായി വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഗോവിന്ദൻ. പക്ഷെ അത്രമാത്രം അത് എത്ര ഡെപ്തിൽ അത് പോകുന്നുള്ള കാര്യമാണ്. പക്ഷെ ഇവരാരും തന്നെ ഇതിന്റെ രാഷ്ട്രീയ വിഷയത്തെ കാണാതെ ഇത് ഉണ്ടാക്കി വെക്കുന്ന അത്യന്തം മാരകമായ പൊതുസമൂഹത്തിലുണ്ടാക്കുന്ന ഇഫക്റ്റിനെ മനസ്സിലാക്കാതെ ഇവർ ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കാൻ ഇവർ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണെന്ന് പറഞ്ഞാൽ അത് വാസ്തവത്തിൽ എന്താ അറിയാം, സ്വാർത്ഥമോഹം മാത്രമാണ്, മറ്റൊന്നുമല്ല. ധനസമാഹരണത്തിന്റെയും ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും അരാജകത്വത്തിന്റെയും അതായത് ലൈംഗിക രാജകത്വത്തിന്റെയും ഒരു മുഖമുദ്ര പതിഞ്ഞ പാർട്ടിയായി ഈ പാർട്ടിയെ പുനഃസംഘാടനം ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ലാതായിട്ടുള്ളത്. ഒരു കാര്യം, വൈകിയെങ്കിലും ഇത് പാർട്ടി മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് ഇനി ഈ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് ഒന്ന് ജസ്റ്റ് അവസാനിപ്പിക്കാം. ഒന്ന് പറയാം. അല്ല, ഇതെന്താ അറിയാം, ഇത് മനസ്സിലാക്കാൻ ഒരു കഴിയില്ല എന്ന് തോന്നുന്നു. മനസ്സിലാക്കിയാൽ ഇവർക്ക് പിന്നെ പുട്ടിന്റെ പ്രാക്ടീസ് എന്ന അവസരത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ എങ്ങനെ വന്നാൽ പോലും ഇതിനകത്ത് വരാൻ പോകുന്ന ഒരു ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പോട് കൂടി വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിരുന്ന കഴിഞ്ഞ ദിവസം മരിച്ചു പോയിരിക്കുന്ന പിന്നെ ശ്രീനിവാസന്റെ ഒരു കമന്റ് ഇല്ലേ, ശക്തമായ അന്തർധാര. ഈ അന്തർധാര CPM BJP ബാന്ധവമല്ല, അന്തർധാര അത് കൃത്യമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തെളിയിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇന്നിപ്പോ ഇയാൾ ശിവഗിരി പോയിട്ട് പറയാണ് ഈ പറഞ്ഞത്. അത് അതേസമയത്ത് അയാൾ ആരെ ന്യായീകരിക്കുകയാണ്? ഈ കേരളം കണ്ടിരിക്കുന്ന നമ്പർ 1 വർഗീയവാദിയാണെന്ന് സർവ്വരാലും ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ഒരാളുണ്ടല്ലോ, നമ്മുടെ ഈ വെള്ളാപ്പള്ളി ഗണേശൻ. അയാൾ അന്ധമായി ന്യായീകരിക്കുകയും ചെയ്യാണ്. അയാളാവട്ടെ ഇയാളെ ന്യായീകരിക്കുകയും ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്താണ് അപ്പുറത്തുനിന്ന് ബിനോയ് വിശ്വം പറയുന്നത് എന്റെ കാറിൽ ഒരു കാരണവശാലും ഇയാളെ ഞാൻ കയറ്റില്ല. ഇത് പറയുന്ന പാർട്ടി സെക്രട്ടറി ആക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഇത് പറയുമ്പോൾ ഇപ്പുറത്തെ മുഖ്യമന്ത്രി പാർട്ടി കുറ്റമല്ല, അത് ചെയ്തത് ശരിയാണെന്ന് അയാൾ പറഞ്ഞത്. കാറ്റില്ല എന്ന് പറയാൻ ഗോവിന്ദൻ തയ്യാറാവില്ല. എന്താ കാര്യം? ഇത് ഈ ഒരു ബാന്ധവം തുടരാൻ ഇയാളും സിൽബന്ധികളും നിർബന്ധിക്കപ്പെടുന്നത് ഇയാൾ പെട്ടിരിക്കുന്ന അതിഗുരുതരമായിരിക്കുന്ന ഈ വാങ്ങലുകൾ, കൂട്ടിക്കൊടുപ്പലുകൾ, കള്ളത്തരങ്ങൾ അതിന്റെ എല്ലാ ലിസ്റ്റും ആരെ കയ്യിലുണ്ട്? സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. എത്രയോ തവണയായി നിരന്തരമായി ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. അവർ തുറക്കുകയാണെങ്കിൽ അവർ ഒരു മിനിറ്റ് ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇയാളുടെ കുടുംബം തീഹാർ ജയിലിൽ ഗോതമ്പുണ്ടോ ഇയാൾ കഴിയേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് എത്രയും കേരളീയ പൊതുസമൂഹത്തെ പൂർണ്ണമായും RSS വൽക്കരിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പുനഃസംഘാടനം ചെയ്യാനുള്ള രാഷ്ട്രീയ ഉപകരണമായി അവരാരെ ഉപയോഗിക്കുകയാണ്? ഈ പറയുന്ന കടപ്പണം കെട്ടിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയും അതിന്റെ സംവിധാനത്തെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ചിത്രത്തെ ഇയാൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വന്തം വ്യക്തിപരമായ താല്പര്യവും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ താല്പര്യത്തെ പൂർത്തീകരിക്കാനും മാത്രമാണ്. അതല്ലാതെ വേറെ ഒരു സംഭവത്തിന്റെ ഈ ഭാഗമല്ല. അതുകൊണ്ട് ആക്ച്വലി വാസൽ പ്രീണനം എന്ന് പറയുന്ന ഒരു വാക്ക് കേരളത്തിൽ പ്രയോഗിക്കുമ്പോൾ ആരോട് കാണിക്കുന്ന പ്രീണനം ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് മുസ്ലിം പ്രീണനമെന്നോ അല്ലെങ്കിൽ പ്രീണനം എന്നുള്ള വാക്കല്ല ഇവിടെ പ്രയോഗിക്കുന്നത്. വളരെ കൃത്യവും ശക്തവുമായി പറയാവുന്ന ഏക പ്രീണനം RSSനോടുള്ള ഈ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും പ്രീണനമാണ് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയം.
ഈ രാഷ്ട്രീയ വിഷയമാണ് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതും. അതായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയ വിഷയവും അതായിരിക്കും. അതുകൊണ്ട് അത്തരം ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നിലവിൽ CPM-ന്റെ മുമ്പിൽ അസാധ്യമാണ്. അഥവാ അതൊരു വലിയ വെല്ലുവിളിയാണ്. വെല്ലുവിളി എന്നില്ല, അത് തീർത്തും അസാധ്യമായിരിക്കുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇവരുടെ തീർച്ചയായും ഇവരുടെ ഒരു എന്താ പറയാ വാട്ടർലൂ ആയിരിക്കും. ഇനി ഒറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനകത്ത് പറയാം. ഈ ഒരു സെൽഫ് ക്രിറ്റിസിസം എന്ന് പറയുന്ന സാധനം, സ്വയം വിമർശനം, ഈ സ്വയം വിമർശനം എന്ന് പറയുന്ന സംഭവം ഈ പാർട്ടിക്കകത്തില്ല എന്ന് എത്ര തവണ ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സ്വയം വിമർശനം. ഇപ്പോൾ ഇയാൾ പറയുന്ന ന്യായം എന്താ? ഈ സർക്കാരിന് ഒരു തരത്തിലുണ്ടായിരിക്കുന്ന പെശകും സംഭവിച്ചിട്ടില്ല. ഒരു പെശക് പറ്റിയത് ആർക്കാണ്? താഴേക്കടയിലുള്ള ചില നേതാക്കന്മാർക്ക് വന്നിരിക്കുന്ന ചില തലക്കനങ്ങൾ, ഉപയോഗിച്ച വാക്കാണ് തലക്കനങ്ങൾ. അതോടൊപ്പം ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങളും പ്രാദേശിക തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബോഡിക്കകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും മാത്രമാണെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് അറിഞ്ഞുകൊണ്ട് ഈ സംഭവത്തെ മറച്ചു പിടിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറയും. അമാനുഷനായിരിക്കുന്ന എന്നെ നിങ്ങളാരും ചോദ്യം ചെയ്യരുത്. അമാനുഷനായിരിക്കുന്ന എന്നെ ഞാൻ തന്നെ പ്രഖ്യാപിച്ച ആളാണ്. ഞാൻ അമാനുഷനാണ്. ഈ അമാനുഷനായിരിക്കുന്ന എന്നെ നിങ്ങൾ ആരും ചോദ്യം ചെയ്ത് ഇഷ്ടമല്ല. അതിൽ ആര് കൂട്ടുനിൽക്കുകയാണ്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുതൽ അതിന് സാധാരണ വെക്കുന്ന ഘടകങ്ങളിലെ ആളുകൾ വരെ ഇത് ശരിയാണ് എന്ന് എന്താ പറയുക അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇവർക്ക് സ്വയം വിമർശനം എന്ന സംഭവമില്ല. സ്വയം വിമർശനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആത്മനാശത്തിലേക്കുള്ള യാത്രയുടെ വേഗം അത് ഡെഡ് ആൻഡ് റോഡിലേക്കുള്ള ഇത് ഈ 2026 ഇത് പുട്ടാനണ്ട് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഈ സംഭവം എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതൊരിക്കലും തന്നെ എന്തായിരിക്കില്ല, ജനാധിപത്യ ശക്തികളുടെ മൃത്യുസന്ധിയാണെന്നൊന്നും പറയാൻ കഴിയും. അതൊന്നും പറയാൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പകരം എന്ത് ചെയ്യും? പുതിയ ജനാധിപത്യ പ്രക്രിയ വളരെ ഗംഭീരമായി ഇതോടൊപ്പം തന്നെ ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു വളരെ മനോഹരമായ സംഭവമായിരിക്കും തീർച്ചയായും 2026 തെരഞ്ഞെടുപ്പ് എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നത്.